ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു dhansasworld. ഇന്നത്തെ റെസിപ്പി നമ്മൾ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒഴിച്ച് കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ചോറിൻ്റെ കൂടെ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. അതുപോലെ പപ്പടമോ അച്ചാറോ അങ്ങനെ ഏതെങ്കിലും ഒരു സൈഡ് ഡിഷ് മാത്രം ഉണ്ടായാൽ മതി. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പി നമ്മൾ ഉണ്ടാക്കുന്നത് വെള്ളരിക്കയും പച്ചമാങ്ങയും വെച്ചിട്ടാണ്. അപ്പോൾ ഈ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ നമുക്കിതിന് ആവശ്യമുള്ളൂ. അപ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ കറി തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് ഈ കറി ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ളത് വെള്ളരിക്കയും പിന്നെ ഒരു പച്ചമാങ്ങയാണ്. അപ്പോൾ വെള്ളരിക്ക ഞാനിവിടെ ഒരു കഷ്ണം എടുത്തിട്ടുണ്ട്. അതിൽ നിന്നും നമ്മൾ അതിൻ്റെയും ചെറിയൊരു കഷ്ണം മാത്രമേ ആവശ്യമുള്ളൂ. പിന്നെ വേണ്ടുന്നത് നമുക്ക് നല്ല പച്ചമാങ്ങയാണ്. പച്ചമാങ്ങ എന്ന് പറയുന്നത് ഒരു കണ്ണി മാങ്ങയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നല്ല പുളിയുള്ള മാങ്ങയാണ് ഇത്. അപ്പോൾ വെള്ളരിക്ക ഞാനിവിടെ തൊലിയൊക്കെ കളഞ്ഞ് അതിലൊരു 2 പച്ചമുളക് മുറിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് മുളക് പൊടിയും ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടുന്നത് ഇത്തിരി ഉപ്പാണ്. അതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്കിതൊന്ന് അടുപ്പത്ത് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പച്ചമാങ്ങ ഞാനിവിടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്ത് വെച്ചത്. അപ്പോൾ ഈ ഒരു വലുപ്പത്തിൽ തന്നെ നിങ്ങൾ കട്ട് ചെയ്യണം, കാരണം നമ്മൾ മാങ്ങ അധികം വെന്തുടയാൻ പാടില്ല. പിന്നെ നമുക്ക് അരപ്പിന് ആവശ്യമായ തേങ്ങ വേണം. അപ്പോൾ ഒരു 2-3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത് ഞാനിവിടെ മിക്സിൻ്റെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കതിലേക്ക് കുറച്ച് നല്ല ജീരകവും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതിൽ പച്ചമാങ്ങ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഇതിൽ മോരോ അല്ലെങ്കിൽ നമ്മൾ പുളിയോ ഒന്നും ചേർക്കുന്നില്ല. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നല്ല മഷി പോലെ തന്നെ അരച്ചെടുക്കണം. അപ്പോൾ ഞാനിതാ ഇവിടെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളരിക്ക വെന്തതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ അധികം വെന്തുടയാൻ പാടില്ല. അപ്പോൾ നമ്മളെ കറിക്ക് ഭയങ്കര കൊഴുപ്പായി പോകും. അപ്പോൾ ആ ടേസ്റ്റ് നഷ്ടപ്പെടും. ഇനി നമുക്ക് കുറച്ച് വെന്തതിന് ശേഷം നമ്മളതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ മാങ്ങ അധികം വെന്തുടയാൻ പാടില്ല. ഒരു പകുതി വേവ് മാത്രമേ നമുക്കിതിന് പാടുള്ളൂ. അപ്പോൾ അത് മാങ്ങ ഒന്ന് കുറച്ച് വേവുന്നവരെ നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് മൂടി തുറന്ന് നോക്കുമ്പോൾ ഇതാ നമ്മളെ മാങ്ങയും കറക്റ്റായിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നേരത്തെ അരച്ച് വെച്ച അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി നമുക്ക് അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്ര ലൂസിലുള്ള കറി വേണോ അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്, കാരണം നമ്മൾ ഒഴിച്ച് കറിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തിരി ലൂസായിട്ട് തന്നെ വേണം. അപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിനി ഇതിൽ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഉപ്പ് ഞാനിതാ ഒരിത്തിരി ചേർത്തിട്ടുണ്ട്, കുറച്ച് കുറവായതുകൊണ്ട്. അപ്പോൾ നമുക്കറിയാം വെള്ളരിക്ക ഏകദേശം കുറച്ച് പുളിയുള്ളത് തന്നെയാണ്. മാങ്ങേൻ്റെ പുളി എല്ലാം കൂടി ആകുമ്പോൾ ഉപ്പ് നന്നായിട്ട് തന്നെ വേണ്ടി വരും. അപ്പോൾ ഇനി നമുക്കിതൊന്ന് തിള വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുന്ന സമയം നമുക്കതിലേക്ക് കുറച്ച് ഉലുവ പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഇതുകൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ കറിവേപ്പിലയും ഉലുവപ്പൊടിയൊക്കെ ചേർത്തതിന് ശേഷം നമ്മൾ ഈ അരപ്പൊന്ന് മൂടി വെച്ച് വേവിക്കണം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഒന്ന് മൂടി തുറന്ന് നോക്കാം. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ അരവൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് വറുത്തിടണം. അപ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒരു പാനിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്കതിലേക്ക് നന്നായിട്ട് ആ പാൻ ചൂടായതിന് ശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നുണ്ട്. ആ സമയത്ത് നമുക്കിതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ എത്രത്തോളം എരിവ് വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2-3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്, കാരണം നമ്മൾ അധികം എരിവിനൊന്നും ചേർക്കുന്നില്ല ഈ കറിയിൽ. അതുകൊണ്ട് തന്നെ വറ്റൽമുളക് ഒരു 2-3 എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നേരത്തെ ഞാൻ ഇതിൽ ഉലുവപ്പൊടി ചേർത്തത് കൊണ്ട് മുഴുവനായിട്ടുള്ള ഉലുവ ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഒരു 1/4 ടീസ്പൂൺ മുഴുവനായിട്ടുള്ള ഉലുവയും ചേർത്ത് കൊടുക്കുക. അതുപോലെ കറിവേപ്പിലയും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ കറിവേപ്പില ഇട്ടുകൊണ്ട് അതിൽ ചേർക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് താളിച്ചൊഴിക്കാം. അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ നമ്മളെ കറി നന്നായിട്ട് കുറുകും. നമ്മളെ മാങ്ങയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നന്നായിട്ട് കുറുകി വരികയും ചെയ്യും. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ കുറച്ചധികം ലൂസായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ വളരെ ടേസ്റ്റ് ആയിട്ടില്ല, വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഈ റെസിപ്പി എല്ലാവർക്കും ഒന്ന് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ പച്ചമാങ്ങേൻ്റെ ഒക്കെ സീസണല്ല, അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നല്ല പുളിയുള്ള മാങ്ങ തന്നെ എടുക്കണം. അപ്പോൾ നമുക്ക് അതിൽ മോരിൻ്റെയും നമ്മൾ പുളീൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവുകയില്ല. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറി ആയത് ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. വീഡിയോയിൽ ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് പറയണം. അതുപോലെ നിങ്ങൾ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം, എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്